ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോട്ടീൻ ലഡുവാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് ഈ നട്ട്സ് കൊണ്ടുണ്ടാക്കുന്ന പ്രോട്ടീൻ ലഡു. അതിനായിട്ട് വേണ്ട സാധനങ്ങൾ ഇത് ഞാൻ 3 കപ്പ് ഡേറ്റ്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് കുരുവെല്ലാം കളഞ്ഞ ഡേറ്റ്സ് കണ്ടോ, കുരുവെല്ലാം കളഞ്ഞപ്പോൾ 3 കപ്പുണ്ട്. 3 കപ്പ് ഇത് എടുത്തിരിക്കുന്നത്, ബാക്കിയെല്ലാം ഒരേ കപ്പാണ്. പക്ഷേ ഇത് 3 കപ്പ് എടുത്ത് ഇത് നമുക്ക് ഉരുട്ടിയെടുക്കണമെങ്കിൽ ഡേറ്റ്സ് കുറച്ച് നന്നായിട്ട് വേണം. പിന്നെ ഇത് ഷുഗർ ഉള്ളവർക്കും കഴിക്കാൻ പറ്റും, ഒരു പ്രശ്നമില്ല. കാരണം കൂടുതൽ നമ്മൾ കഴിക്കത്തില്ലല്ലോ, ഒരു ദിവസം ഒരു 2 ബൗൾസൊക്കെ കഴിച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇത് കണ്ടോ, ഇത് ഒരു കപ്പ് ബദാം, 1 കപ്പ് വാൽനട്ട്, 1 കപ്പ് പിസ്ത, 1 കപ്പ് പംകിൻ സീഡ്, 1 കപ്പ് കാഷ്യൂ നട്ട്സ്. ഇത് ഫ്ലേവർ ഒന്ന് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചേർക്കുന്നത് ഒരു ടീസ്പൂൺ ജീരകം, ചെറിയ ജീരകം പൊടിച്ചത്, 1 ടീസ്പൂൺ ചുക്ക് പൊടിച്ചത്, 1 ടീസ്പൂൺ ഏലയ്ക്ക. ഇതിൻ്റെ കുരു മാത്രമേ ഉള്ളൂ കേട്ടോ, കുരു മാത്രം എടുത്ത് തൊലി കളഞ്ഞ. നേരത്തെ ഒരു വീഡിയോയിൽ അറിയാതെ പറഞ്ഞു കുരു കളഞ്ഞതെന്ന് ക്ഷമിക്കണം കേട്ടോ. ഇത് കുരു കളഞ്ഞത്, കുരു മാത്രം പൊടിച്ചത്, അങ്ങനെ എടുക്കാവുള്ളൂ, അതിൻ്റെ തൊലി എടുക്കരുത് ഏലക്കയുടെ. ഇത് 1/2 കപ്പ് നെയ്യ്. ഇത്രയും ചേർത്താണ് നമ്മൾ ഈ ലഡു ഉണ്ടാക്കാൻ പോകുന്നത്. നമുക്കിനി നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇനി നമുക്ക് ആദ്യമായിട്ട് ഇത് വറക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാഷ്യൂനട്ട് ഇതൊന്ന് വറക്കണം. അപ്പോൾ അതൊക്കെ ഒരുപാട് ഒത്തിരി കരിയൊന്നും ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് മൂത്താൽ മതി, ചെറുതായിട്ട്. ഒരുപാട് മൂത്ത് കഴിഞ്ഞാൽ കൊള്ളൂല. അതുകൊണ്ട് നമുക്കൊരു ചെറുതായിട്ടൊരു ചെറിയൊരു സ്മെല്ല് കിട്ടണം, അത്രേ ഉള്ളൂ വറുത്തെന്നുള്ളത്. ഇങ്ങനെ എല്ലാ നട്ട്സുകളും ഇതേപോലെ തന്നെ കഴുകി ഉണക്കി നിങ്ങൾ എടുക്കണം. പിന്നെ ഇതുപോലെ ചെറുതായിട്ട് വറുത്തെടുക്കണം. ഇത്തിരി വറക്കണ്ട, എന്നാലും ചെറുതായിട്ടൊന്ന് ഇങ്ങനെ റോസ്റ്റ് ചെയ്യണം ചെറുതായിട്ട്. നിങ്ങൾ ഈ നട്ട്സ് എല്ലാം പുറത്ത് വെച്ച് കഴുകി നന്നായിട്ടൊന്ന് ഉണക്കണം കേട്ടോ. വെയിലത്ത് വെച്ചൊന്ന് ഉണക്കിയാൽ മതി. നിങ്ങൾക്ക് വെയിലുണ്ടെങ്കിൽ വെയിലത്ത് വെച്ചൊന്ന് ഉണക്കണം, ഇല്ലെങ്കിൽ കഴുകിയിട്ട് ഫാൻ ഇട്ട് ഉണക്കാം, ഇല്ലെങ്കിൽ എയർ ഫ്രയറിനകത്ത് വെച്ചൊന്ന് ഉണക്കാം. ഞാൻ എയർ ഫ്രയറിനകത്ത് വെച്ചാണ് ജസ്റ്റ് ഒന്ന് ഡ്രൈ ആക്കി എടുത്തത്. അപ്പോൾ ഇത്രയും മതി. ഇത് കൂടുതൽ അങ്ങ് റോസ്റ്റ് ആവണ്ട, ഇത്രയും മതി. നല്ലൊരു സ്മെല്ലൊക്കെ ആയി, ഇത്രയും മതി. ഇനി ഇതേപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ നട്ട്സും ഇതേപോലെ ഇനി ഫ്രൈ ചെയ്തെടുക്കണം. ആ നെയ്യും എല്ലാം ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്ത് കേട്ടോ, എല്ലാ നട്ട്സും. ഒത്തിരി ഫ്രൈ അല്ല, ഞാൻ ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്തിട്ടുണ്ടല്ല. ഇനി ആ നെയ്യ് 1/2 കപ്പ് നെയ്യ് ഇതിനകത്തിലോട്ട് ഒഴിച്ച്. ഇനി ഈ ഡേറ്റ്സ് ആണ് ഈ നെയ്ക്കകത്തൊന്ന് ഞാൻ മെൽറ്റാക്കി എടുക്കുന്നത്. കാരണം ഈ ഡേറ്റ്സ് ഇച്ചിരി ചൂടായാൽ മാത്രമേ ഇതൊന്ന് നല്ലോണം മെൽറ്റായി വരത്തുള്ളൂ. ചൂടാകുമ്പോൾ മെൽറ്റാവും ആണെങ്കിൽ. ഇപ്പോൾ ഇതെല്ലാം നല്ലോണം മെൽറ്റായി, കണ്ടോ, ഇത്രയും മതി. ഇനി ഇത് നമുക്ക് ആ നട്ട്സ് എല്ലാം കൂടെ ചേർത്ത് പൊടിച്ചെടുക്കണം. അത് ഗ്രൈൻഡറിനകത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്താൽ, ഒത്തിരി ഒന്നും ഇട്ട് പൊടിക്കരുത് കേട്ടോ. ഞാൻ ഇനി ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇത്രയും മതി. ഞാൻ കുറച്ച് ഒരു ഹാഫ് ഇട്ടിട്ടുണ്ട് ഇതിനകത്തിലോട്ട്, ഈ ഗ്രൈൻഡറിനകത്തിലോട്ട് ഇട്ടിട്ടുണ്ട്. ഈ മിക്സിക്കകത്ത് വലിയ ജാറാണ് എടുത്ത്, അതിലായിട്ട് ഇത് ജസ്റ്റ് ഒന്ന് പൊടിഞ്ഞ് കഴിഞ്ഞിട്ട് മതി നമുക്ക് ഡേറ്റ്സ് അതിൻ്റെ കൂടെ കുറച്ചിടുന്നത്. ഇത്രയും പൊടിഞ്ഞൊരു കണ്ടോ. ഇനി ഇതിനകത്തിലേക്ക് കുറച്ച് ഡേറ്റ്സ് ഇട്ടൊന്ന് ക്രഷ് ചെയ്യണം.
അതുകൊണ്ട് ഞാൻ അതെല്ലാം പൊടിച്ച് എല്ലാം എല്ലാം ഗ്രൈൻഡ് ചെയ്ത് പിന്നെ ഡേറ്റ്സ് പിന്നെ നെയ്ക്കകത്ത് ഞാനത് മെൽറ്റ് ആക്കിയായിരുന്നല്ലോ. ഡേറ്റ്സ് കൂടുതൽ തണുക്കരുത് കേട്ടോ, തണുത്ത് കഴിഞ്ഞാൽ വീണ്ടും അതങ്ങ് കട്ടിയാകും. അപ്പം നിങ്ങൾ ഈ ചൂടാക്കിയിട്ട് ആ ചെറിയ ചൂടോടുകൂടി വേണം ഈ കുറച്ച് ഈ ഓരോ പ്രാവശ്യം ഓരോ ട്രിപ്പായിട്ട് ഇത് ഞാൻ 3 ട്രിപ്പായിട്ടാണ് പൊടിച്ചെടുത്തത്. അപ്പം എടുത്ത ചുക്ക് പൊടിയും ജീരകപ്പൊടിയും ഏലക്കപ്പൊടിയും എല്ലാം ഞാൻ അതിനകത്ത് ചേർത്ത് എന്നിട്ട് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങ് ഉണ്ട പിടിച്ച് വെക്കണം. നിങ്ങളിത് എത്ര വീക്കായിട്ടിരിക്കുന്ന ബോഡി ആയിരുന്നാലും കുട്ടികളായിരുന്നാലും വലിയവരായിരുന്നാലും ഇതെല്ലാം ദിവസം 2 എണ്ണം രാവിലെയും വൈകിട്ടും ഒന്ന് കഴിച്ച് നോക്കിയേ. അപ്പോൾ അറിയാം നിങ്ങളുടെ മാറ്റം. നിങ്ങൾ ദിവസവും അങ്ങനെ നമ്മുടെ ലഡു എല്ലാം ഞാൻ ഉരുട്ടിയെടുത്ത് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണേ. ഇത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു നട്ട്സാണ്. എല്ലാ നട്ട്സും അതിനകത്ത് ചേർത്തിരിക്കുന്നതും നട്ട്സും ഡേറ്റ്സും എല്ലാം നല്ല പ്രോട്ടീൻ റിച്ച് ഫുഡാണ്. അത് നിങ്ങൾക്ക് എല്ലാവരുടെയും ഹെൽത്ത് മാനേജ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യണം. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി ഉപയോഗിക്കണം. ഇത് ആണെങ്കിൽ ആ ഷെല്ലുണ്ടല്ലോ, ഈ പിസ്തയുടെ ഷെല്ലൊന്നും ശ്രദ്ധിച്ചോണേ. കാരണം പൊളിച്ചതാണ് വാങ്ങുന്ന പിസ്തയെങ്കിൽ അതിനകത്ത് ഈ ഷെൽസ് കാണും കേട്ടോ, ചെറിയ ചെറിയ ഷെൽസ് കാണും. അത് നിങ്ങൾ മാറ്റിയിട്ട് ആ തോടെല്ലാം പെറുക്കി കളഞ്ഞതിന് ശേഷമേ കഴുകി ഉപയോഗിക്കാവുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതങ്ങ് പൊടിഞ്ഞ് അതിനങ്ങ് ചേരും മിക്സി നമ്മൾ പൊടിക്കുമ്പോൾ. പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾ നല്ല ഗുഡ് കൊളസ്ട്രോളൊക്കെ ഉണ്ടാകാൻ വേണ്ടി ഉള്ളതാണ് കേട്ടോ. വളരെ പ്രോട്ടീൻ റിച്ചാണ് ഫുഡ്. ഇത് നിങ്ങൾ ഒരു ഗ്ലാസ് ബോട്ടിലിനകത്തിൽ ഇട്ട് വയ്ക്കണം കേട്ടോ. വെള്ളമൊന്നും നനയാതെ നനഞ്ഞ സ്പൂണൊന്നും ഇടാതെ ഇടിക്കാമെങ്കിൽ നമുക്ക് ഒരു 2 ആഴ്ചയൊക്കെ പുറത്ത് വെച്ചിരുന്ന് കഴിക്കുക, ഒരു കുഴപ്പമില്ല. അതുകൊണ്ട് ചീത്തയാവത്തില്ല. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ പേജ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണം. പിന്നെ എൻ്റെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാ പേജും ഫോളോ ചെയ്യണം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണേ. താങ്ക് യു.